ഹായ് ഫ്രണ്ട്സ്, PSC ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റിൻ്റെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സിൽ നിന്നുള്ള ദ്രവ്യവും പിണ്ഡവും എന്ന സെക്ഷനാണ്. അപ്പോൾ അതിൽ നിന്നൊരു 32 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ 32 ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് നിങ്ങൾ എഴുതി വെച്ചിട്ട് തന്നെ പഠിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ മോക്ക് ടെസ്റ്റിൽ കിട്ടുന്ന സ്കോർ എത്രയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട്, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ LDC, LGS, ഡിഗ്രി ലെവൽ എക്സാമുകൾ, അതുപോലെ 10th ലെവൽ എക്സാമുകൾക്കൊക്കെ കോമൺ ആയിട്ട് വരുന്നൊരു ടോപ്പിക്കാണിത്. അപ്പോൾ ഈ എക്സാമുകൾക്ക് ഏതെങ്കിലും പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം: ദ്രവ്യവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയോ തെറ്റോ എന്ന് കണ്ടെത്തുക. ദ്രവ്യവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും പിണ്ഡമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും ദ്രവ്യം അഥവാ പദാർത്ഥം എന്ന് വിളിക്കുന്നു. ശരിയാണോ? ആ പ്രസ്താവന ശരി തന്നെയല്ലേ? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും പിണ്ഡമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും ദ്രവ്യം അല്ലെങ്കിൽ പദാർത്ഥം എന്നാണ് വിളിക്കുന്നത്. രണ്ടാമത്തെ പ്രസ്താവന: ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ എന്നിവ ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥകളാണ്. ശരിയല്ലേ? ദ്രവ്യം വിവിധ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഖരാവസ്ഥയിലുണ്ട്, ദ്രാവകാവസ്ഥയിലുണ്ട്, വാതകാവസ്ഥയിലുണ്ട്, പ്ലാസ്മയുണ്ട്. ഇത് കൂടാതെയും വേറെ ചില അവസ്ഥകൾ കൂടിയുണ്ട്. അവയും നമ്മൾ നേരെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ പ്രസ്താവനയും ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന: ദ്രവ്യത്തിൻ്റെ ഏഴാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ശരിയാണോ? ആ പ്രസ്താവന തെറ്റാണ്. ദ്രവ്യത്തിൻ്റെ ഏഴാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ക്വാർക്ക്, ഗ്ലൂവോൺ, പ്ലാസ്മയാണ്. ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്ന് പറയുന്നത് ദ്രവ്യത്തിൻ്റെ ആറാമത്തെ അവസ്ഥയാണ്. ദ്രവ്യത്തിൻ്റെ ആറാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരി, 3 തെറ്റ്. ഉയർന്ന മർദ്ദത്തിലും താപനിലയിലും പദാർത്ഥത്തിലെ ആറ്റങ്ങൾ ഖരമായും ദ്രാവകമായും കാണപ്പെടുന്ന അവസ്ഥ ഏത്? ഉയർന്ന മർദ്ദത്തിലും താപനിലയിലും പദാർത്ഥത്തിലെ ആറ്റങ്ങൾ ഖരമായും ദ്രാവകമായും കാണപ്പെടുന്ന അവസ്ഥ ഏത്? ഓപ്ഷൻ ഡി, ചെയിൻ മെൽറ്റഡ് സ്റ്റേറ്റ്. ഏതാണ്? ഓപ്ഷൻ ഡി, ചെയിൻ മെൽറ്റഡ് സ്റ്റേറ്റ്. താപം നൽകുമ്പോൾ ഒരു പദാർത്ഥത്തിലെ കണികകളുടെ ഊർജത്തിൽ സംഭവിക്കുന്ന മാറ്റം താഴെ പറയുന്നവയിൽ ഏതാണ്? ഒരു പദാർത്ഥത്തിൽ ചൂട് നൽകുമ്പോൾ ആ പദാർത്ഥത്തിലെ കണികകളുടെ ഊർജത്തിൽ സംഭവിക്കുന്ന മാറ്റം എന്താണ്? ഓപ്ഷൻ എ, ഊർജം കൂടുന്നു. ശരിയല്ലേ? താപം കൊടുത്തു കഴിയുമ്പോൾ ഒരു പദാർത്ഥത്തിലെ കണികകളുടെ ഊർജം കൂടുകയാണ് ചെയ്യുന്നത്. താഴെ തന്നിരിക്കുന്ന സൂചനകൾ ദ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്? തന്നിരിക്കുന്ന സൂചനകൾ ദ്രവ്യത്തിൻ്റെ ഏതവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്? കണികകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു. നിശ്ചിത ആകൃതിയും വ്യാപ്തവുമുള്ള പദാർത്ഥത്തിലെ കണികകൾക്ക് ചലന സ്വാതന്ത്ര്യം വളരെ കുറവായിരിക്കും. അപ്പം ഇത് ഏത് പദാർത്ഥത്തിൻ്റെ അല്ലെങ്കിൽ ദ്രവ്യത്തിൻ്റെ ഏതവസ്ഥയായിരിക്കും? ഓപ്ഷൻ എ അല്ലേ? ഓപ്ഷൻ എ, ഖരാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് ഈ പ്രസ്താവനകൾ. ശരിയല്ലേ? കണികകൾ വളരെ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നത് ഖരാവസ്ഥയിലാണ്. അതുപോലെ നിശ്ചിത ആകൃതിയും വ്യാപ്തവും ഉള്ളത് ഖരാവസ്ഥയിലല്ലേ? അതുപോലെ തന്നെ ഖരാവസ്ഥയിലെ പദാർത്ഥത്തിലെ കണികകൾ വളരെ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അവയ്ക്ക് ചലന സ്വാതന്ത്ര്യം കുറവായിരിക്കും. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. നിശ്ചിത ആകൃതിയില്ലാത്തതും ഏത് ആകൃതിയിലും ഉൾക്കൊള്ളുന്നതുമായ പദാർത്ഥങ്ങൾ. നിശ്ചിത ആകൃതിയില്ലാത്തതും ഏത് ആകൃതിയിലും ഉൾക്കൊള്ളുന്നതുമായ പദാർത്ഥങ്ങൾ ഏതാണ്? ഓപ്ഷൻ ബി, ദ്രാവകം. ശരിയല്ലേ? ദ്രാവകത്തിന് നിശ്ചിത ആകൃതി ഉണ്ടോ? നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ ആ പാത്രത്തിൻ്റെ ആകൃതി, അല്ലെങ്കിൽ ഒരു കുപ്പിയിലേക്കാണെങ്കിൽ ആ കുപ്പിയുടെ ആകൃതി അത് കൈക്കൊള്ളുന്നു. അപ്പോൾ അതിന് നിശ്ചിത ആകൃതിയില്ല. ഏത് ആകൃതിയും ഉൾക്കൊള്ളാനുള്ള കഴിവുള്ള പദാർത്ഥമാണ് ദ്രാവകം. ഇനി ദ്രാവകത്തിലെ കണികകൾ ഖരാവസ്ഥയിലേതിനേക്കാൾ കുറച്ചുകൂടി അകന്ന്, എന്നാൽ വാതകാവസ്ഥയിനേക്കാൾ അടുത്ത് അങ്ങനെയായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ അവയ്ക്ക് ഖരാവസ്ഥയിലുള്ള കണികകളേക്കാൾ ചലന സ്വാതന്ത്ര്യം കുറച്ചും കൂടി കൂടുതലായിരിക്കും.
വാതകവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. ഒന്നാമത്തെ പ്രസ്താവന, കണികകൾ വളരെ അകന്ന് സ്ഥിതി ചെയ്യുന്നതും അവയ്ക്ക് വളരെ കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളതുമായ പദാർത്ഥങ്ങൾ. രണ്ടാമത്തെ പ്രസ്താവന, അവയ്ക്ക് നിശ്ചിത ആകൃതി ഇല്ലെങ്കിലും നിശ്ചിത വ്യാപ്തം ഉണ്ടായിരിക്കും. ഈ പ്രസ്താവനകൾ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുക. നമുക്ക് നോക്കാം. കണികകൾ വളരെ അകന്ന് സ്ഥിതി ചെയ്യുന്നതും അവയ്ക്ക് വളരെ കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളതുമായ പദാർത്ഥങ്ങൾ. ശരിയല്ലേ? കണികകൾ വളരെ അകന്ന് സ്ഥിതി ചെയ്യുന്നതും അതുപോലെ തന്നെ കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളതും വാതകാവസ്ഥയിലായിരിക്കുമ്പോഴല്ലേ. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, അവയ്ക്ക് നിശ്ചിത ആകൃതി ഇല്ലെങ്കിലും നിശ്ചിത വ്യാപ്തം ഉണ്ടായിരിക്കും. ആ പ്രസ്താവന ശരിയാണോ? ആ പ്രസ്താവന തെറ്റല്ലേ? കാരണം നിശ്ചിത ആകൃതിയോ നിശ്ചിത വ്യാപ്തമോ ഇല്ലാത്ത പദാർത്ഥങ്ങളല്ലേ വാതകങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പം രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 1 ശരി, 2 തെറ്റ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. പദാർത്ഥത്തിൻ്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. ഉയർന്ന താപനിലയിൽ അയോണീകരിക്കപ്പെട്ട പദാർത്ഥത്തിൻ്റെ അവസ്ഥയാണ് പ്ലാസ്മ. ഫ്ലൂറസെൻ്റ് ട്യൂബിലും നിയോൺ സൈൻ ബൾബിലും പ്ലാസ്മ അടങ്ങിയിരിക്കുന്നു. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമമായി കാണപ്പെടുന്നത് പ്ലാസ്മയിലാണ്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, പദാർത്ഥത്തിൻ്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. ആ പ്രസ്താവന ശരിയാണ്. ഉയർന്ന താപനിലയിൽ അയോണീകരിക്കപ്പെട്ട പദാർത്ഥത്തിൻ്റെ അവസ്ഥയാണ് പ്ലാസ്മ. ആണോ? അതെ, ഉയർന്ന താപനിലയിൽ അയോണീകരിക്കപ്പെട്ട പദാർത്ഥത്തിൻ്റെ അവസ്ഥയാണ് പ്ലാസ്മ. മൂന്നാമത്തെ പ്രസ്താവന, ഫ്ലൂറസെൻ്റ് ട്യൂബിലും നിയോൺ സൈൻ ബൾബിലും പ്ലാസ്മ അടങ്ങിയിരിക്കുന്നു. ശരിയല്ലേ? ഫ്ലൂറസെൻ്റ് ട്യൂബിലും നിയോൺ സൈൻ ബൾബിലും എല്ലാം പ്ലാസ്മ അടങ്ങിയിട്ടുണ്ട്. നാലാമത്തെ പ്രസ്താവന, തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമമായി കാണപ്പെടുന്നത് പ്ലാസ്മയിലാണ്. ആണോ? തെറ്റല്ലേ? കാരണം തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്ന അവസ്ഥയല്ലേ പ്ലാസ്മ. അപ്പോൾ നാലാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. 1, 2, 3 ശരിയാണ്. താഴെ പറയുന്നവയിൽ പ്ലാസ്മയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? പ്ലാസ്മയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും തിളക്കത്തിന് കാരണം പ്ലാസ്മയാണ്. വൈദ്യുത ചാർജ് ഇല്ലാത്ത കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മ. മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. ഇവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഏതാണ് ഇതിലെ പ്ലാസ്മയുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന? ഓപ്ഷൻ സി അല്ലേ? വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയല്ലേ പ്ലാസ്മ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത ചോദ്യം, വാതക അവസ്ഥയിലുള്ള ബോസോണുകളെ ബാഹ്യമായ ഒരു പൊട്ടൻഷ്യലിൽ നിർത്തിക്കൊണ്ട് കേവല പൂജ്യത്തിന് വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥ ഏത്? വാതക അവസ്ഥയിലുള്ള ബോസോണുകളെ ബാഹ്യമായ ഒരു പൊട്ടൻഷ്യലിൽ നിർത്തിക്കൊണ്ട് കേവല പൂജ്യത്തിന് വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥ ഏതാണ്? ഓപ്ഷൻ ബി, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ദ്രവ്യത്തിൻ്റെ എത്രാമത്തെ അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്നത് ദ്രവ്യത്തിൻ്റെ എത്രാമത്തെ അവസ്ഥയാണ്? ഓപ്ഷൻ എ 5. ഓപ്ഷൻ എ 5ാമത്തെ അവസ്ഥ. താഴെ പറയുന്നവരിൽ ആരാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ കുറിച്ച് പ്രവചിച്ച ശാസ്ത്രജ്ഞൻ? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ കുറിച്ച് പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ ബി, ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീനിനെ കൂടാതെ ഒരാളും കൂടിയുണ്ട്, സത്യേന്ദ്രനാഥ ബോസ്. അവരുടെ രണ്ടുപേരുടെയും പേര് ചേർത്തിട്ടാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന പേര് വന്നത്. ബോസോൺ എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് ആരാണ്? ബോസോൺ എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് ആരാണ്? ബോസോൺ എന്താണെന്നറിയാമോ? പദാർത്ഥങ്ങളുടെ ഊർജ്ജവാഹകരെയാണ് ബോസോൺ എന്ന് വിളിക്കുന്നത്.
പദാർത്ഥങ്ങളുടെ ഊർജ്ജവാഹകര്. അപ്പം ഈ പദാർത്ഥങ്ങളുടെ ഊർജ്ജവാഹകരെ ബോസോൺ എന്ന പേരിൽ ആദ്യമായിട്ട് വിശേഷിപ്പിച്ചത് പോൾ ഡിറാക് ആണ്. ഓപ്ഷൻ ഡി പോൾ ഡിറാക്. താഴെ പറയുന്നവയിൽ വൈദ്യുത കാന്തിക ബലം വഹിക്കുന്ന ബോസോണുകൾ ഏത്? വൈദ്യുത കാന്തിക ബലം വഹിക്കുന്ന ബോസോണുകൾ. ഓപ്ഷൻ എ ഫോട്ടോൺസ്. ഓപ്ഷൻ എ ഫോട്ടോൺസ് ആണ് വൈദ്യുത കാന്തിക ബലം വഹിക്കുന്ന ബോസോണുകൾ. ഡബ്ല്യു ബോസോണും ഇസഡ് ബോസോണും വഹിക്കുന്നത് ദുർബല ന്യൂക്ലിയർ ബലമാണ്. അതുപോലെ ശക്തിയുള്ള ന്യൂക്ലിയർ ബലം വഹിക്കുന്ന ബോസോണുകളാണ് ഗ്ലൂവോൺസ്. അപ്പോൾ ഓർത്തിരിക്കുക, ഫോട്ടോൺസ് ആണ് വൈദ്യുത കാന്തിക ബലം വഹിക്കുന്നത്. ഡബ്ല്യു ഇസഡ് ബോസോണുകളും അതുപോലെ ഗ്ലൂവോൺസും വഹിക്കുന്നത് ന്യൂക്ലിയർ ബലമാണ്. താഴെ പറയുന്നവയിൽ ഫെർമിയോണിക് കണ്ടൻസേറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. നമുക്ക് നോക്കാം. പദാർത്ഥത്തിൻ്റെ 6ാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ആ പ്രസ്താവന ശരിയാണ്. പദാർത്ഥത്തിൻ്റെ 6ാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ആ പ്രസ്താവന ശരിയാണോ? താഴ്ന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. അപ്പോൾ ഓപ്ഷൻ ബി തെറ്റായ പ്രസ്താവനയാണ്. ഇനി ഓപ്ഷൻ സി, ഫെർമിയോണിക് കണ്ടൻസേറ്റ് നിർമ്മിച്ചത് ഡെബോറ എസ്. ശരിയാണോ? ഓപ്ഷൻ സി ശരിയായ പ്രസ്താവനയാണ്. ഫെർമിയോണിക് കണ്ടൻസേറ്റ് നിർമ്മിച്ചത് ഡെബോറ എസ് ജിൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് തെറ്റായ പ്രസ്താവന. ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥയല്ല, താഴ്ന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ക്വാർക്ക്, ഗ്ലൂവോൺ, പ്ലാസ്മ. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങളാണ് ക്വാർക്ക്. ദ്രവ്യത്തിൻ്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞരാണ് മുറേ ജെൽമാൻ, ജോർജ് സ്വിഗ്. ക്വാർക്ക് എന്ന പദം നിർദ്ദേശിച്ചത് ജോർജ് സ്വിഗ് ആണ്. അപ്പം തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന, വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ക്വാർക്ക്, ഗ്ലൂവോൺ, പ്ലാസ്മ. ആ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തേത്, പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങളാണ് ക്വാർക്ക്. ആണോ? അതെ, പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങളാണ് ക്വാർക്ക്. ഇനി മൂന്നാമത്തേത്, ദ്രവ്യത്തിൻ്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞരാണ് മുറേ ജെൽമാൻ, ജോർജ് സ്വിഗ്. ആ പ്രസ്താവനയും ശരി തന്നെയാണ്. നാലാമത്തെ പ്രസ്താവന, ക്വാർക്ക് എന്ന പദം നിർദ്ദേശിച്ചത് ജോർജ് സ്വിഗ് ആണ്. ആ പ്രസ്താവന ശരിയാണോ? ആ പ്രസ്താവന തെറ്റാണ്. ക്വാർക്ക് എന്ന പദം നിർദ്ദേശിച്ചത് മുറേ ജെൽമാൻ ആണ്. ഈ മുറേ ജെൽമാനും അതുപോലെ ജോർജ് സ്വിഗും കൂടിയിട്ടാണ് ഈ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ചതെങ്കിലും ക്വാർക്ക് എന്ന പദം നിർദ്ദേശിച്ചത് മുറേ ജെൽമാൻ ആണ്. അപ്പോൾ ഓപ്ഷൻ സി 1, 2, 3 മാത്രം ശരി. അതാണ് ആൻസർ. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഏത്? ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഏതാണ്? ഓപ്ഷൻ സി ഹിഗ്സ് ബോസോൺ. ഹിഗ്സ് ബോസോൺ എന്ന കണമാണ് ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്നത്. ഹിഗ്സ് ബോസോൺ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ദൈവകണം. അപ്പോൾ ദൈവകണം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? ഹിഗ്സ് ബോസോൺ. ദ്രവ്യത്തിൻ്റെ എത്രാമത്തെ അവസ്ഥയാണ് ജാൻ ടെല്ലർ മെറ്റൽ? ജാൻ ടെല്ലർ മെറ്റൽ എന്നത് ദ്രവ്യത്തിൻ്റെ എത്രാമത്തെ അവസ്ഥയാണ്? ഓപ്ഷൻ ബി 9. ഓപ്ഷൻ ബി 9. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിൻ്റെ 2 ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിൻ്റെ 2 ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ ഐൻസ്റ്റീൻ. ഓപ്ഷൻ എ ഐൻസ്റ്റീൻ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ? ദ്രവ്യം ഏറ്റവും കൂടുതലായിട്ട് പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നത് ഏതവസ്ഥയിലാണ്? ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഡി പ്ലാസ്മ. പ്ലാസ്മ അവസ്ഥയിലാണ് ഏറ്റവും കൂടുതൽ ദ്രവ്യം കാണപ്പെടുന്നത്.
ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുതരോധിയായും അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യരൂപം. ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുതരോധിയായും അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യരൂപം ഏതാണ്? ഓപ്ഷൻ സി ജാൻ ടെല്ലർ മെറ്റൽ. ജാൻ ടെല്ലർ മെറ്റൽ. താഴെ പറയുന്നവയിൽ പിണ്ഡത്തിൻ്റെ ശരിയായ നിർവചനം തിരഞ്ഞെടുക്കുക. താഴെ പറയുന്നവയിൽ പിണ്ഡത്തിൻ്റെ ശരിയായ നിർവചനം തിരഞ്ഞെടുക്കുക. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ്, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയും ആകെ ഭാരം. പിണ്ഡം എന്നതിൻ്റെ ശരിയായ നിർവചനം ഇവയിൽ ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് പിണ്ഡം അഥവാ മാസ് എന്നറിയപ്പെടുന്നത്. രണ്ട് പദാർത്ഥങ്ങളുടെ മാസ് വ്യത്യസ്തമാകാൻ കാരണം. രണ്ട് പദാർത്ഥങ്ങളുടെ മാസ് വ്യത്യസ്തമാകാൻ കാരണം എന്താണ്? അതിലടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് വ്യത്യസ്തമായതുകൊണ്ട്, അവ വ്യത്യസ്ത പദാർത്ഥമായതുകൊണ്ട്, അവ വ്യത്യസ്ത ആറ്റങ്ങളാൽ നിർമ്മിതമായതുകൊണ്ട്, അവയിലെ തന്മാത്രകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം കൊണ്ട്. ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ എ അല്ലേ? അതിലടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് വ്യത്യസ്തമായതുകൊണ്ടാണ് അവയുടെ മാസ് വ്യത്യസ്തമായിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ മാസ് അളക്കുന്നതിനുള്ള യൂണിറ്റുകളിൽ പെടാത്തത്. മാസ് അളക്കുന്നതിനുള്ള യൂണിറ്റുകളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി മില്ലി ലിറ്റർ. മില്ലി ലിറ്റർ ആണ് മാസ് അളക്കുന്നതിനുള്ള യൂണിറ്റുകളിൽ പെടാത്തത്. മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് കിലോഗ്രാം. മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ്. മാസ് അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന മറ്റ് യൂണിറ്റുകളാണ് ടൺ, ക്വിൻ്റൽ, ഗ്രാം, മില്ലിഗ്രാം, ആറ്റോമിക് മാസ് യൂണിറ്റ് എന്നിവ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലമാണ് ആ വസ്തുവിൻ്റെ ഭാരം. നാം സ്പർശിച്ച് നിൽക്കുന്ന തറയിൽ നിന്ന് ലഭിക്കുന്ന പ്രതിബലമാണ് ഭാരം. ഒരു വസ്തുവിൻ്റെ ഭാരം അത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളത്തിനനുസരിച്ച് മാറുന്നു. ഒരു വസ്തുവിന് ഭൂമിയിലുള്ള ഭാരത്തിൻ്റെ 1/6 മാത്രമേ ചന്ദ്രനിൽ അനുഭവപ്പെടൂ. ഈ പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയെന്ന് തിരഞ്ഞെടുക്കുക. നമുക്ക് ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലമാണ് ആ വസ്തുവിൻ്റെ ഭാരം. ആ പ്രസ്താവന ശരിയാണ്, അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. രണ്ടാമത്തെ പ്രസ്താവന, നാം സ്പർശിച്ച് നിൽക്കുന്ന തറയിൽ നിന്ന് ലഭിക്കുന്ന പ്രതിബലമാണ് ഭാരം. ആ പ്രസ്താവന ശരിയാണോ? ആ പ്രസ്താവനയും ശരി തന്നെയാണ്. 3, ഒരു വസ്തുവിൻ്റെ ഭാരം അത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളത്തിനനുസരിച്ച് മാറുന്നു. ശരിയല്ലേ? ആ പ്രസ്താവനയും ശരിയാണ്. 4ാമത്തെ പ്രസ്താവന, ഒരു വസ്തുവിന് ഭൂമിയിലുള്ള ഭാരത്തിൻ്റെ 1/6 മാത്രമേ ചന്ദ്രനിൽ അനുഭവപ്പെടൂ. ശരിയാണോ? ആ പ്രസ്താവനയും ശരി തന്നെയാണ്. കാരണം ചന്ദ്രനിൽ ജിയുടെ മൂല്യം 1.62 മീറ്റർ/സെക്കൻഡ് ആണ്. ഇത് ഭൂമിയുടെ ജിയുടെ മൂല്യത്തിൻ്റെ ഏകദേശം 1/6 അതുകൊണ്ട് ഒരു വസ്തുവിന് ഭൂമിയിലുള്ള ഭാരത്തിൻ്റെ 1/6 മാത്രമേ ചന്ദ്രനിൽ അനുഭവപ്പെടുകയുള്ളൂ. അപ്പോൾ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പിണ്ഡവും ഭാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഏതായിരിക്കും ശരിയായ പ്രസ്താവന? ഓപ്ഷൻ ബി അല്ലേ? പിണ്ഡം മാറുന്നില്ല, ഭാരം കുറയുന്നു. ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആ വസ്തുവിൻ്റെ ഭാരം കുറയും, പക്ഷേ പിണ്ഡത്തിൽ മാറ്റം വരുന്നില്ല. ഗുരുത്വാകർഷണ ത്വരണത്തിൻ്റെ മൂല്യം എത്ര? ഓപ്ഷൻ ഡി 9.8 മീറ്റർ/സെക്കൻഡ്. ഭൂഗുരുത്വ ത്വരണം ജിയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ജിയുടെ മൂല്യം ഭൂമിയുടെ മാസിനെയും ആരത്തിനെയും ആശ്രയിച്ചിരിക്കുന്നു. ധ്രുവപ്രദേശങ്ങളിലെ ജിയുടെ മൂല്യം ഭൂമധ്യരേഖ പ്രദേശത്തേക്കാൾ കൂടുതലായിരിക്കും.
ഒരു വസ്തുവിൻ്റെ ഭാരം തീരുമാനിക്കുന്നത് ജിയുടെ മൂല്യം കണക്കിലെടുത്തുകൊണ്ടാണ്. ഒരു ആനയും ഒരു ഉറുമ്പും നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ ജിയുടെ മൂല്യം 2 പേർക്കും തുല്യമായിരിക്കും. ഈ പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെ? ഏതായിരിക്കും ഉത്തരം? നമുക്ക് പ്രസ്താവനകളൊന്ന് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. ജിയുടെ മൂല്യം ഭൂമിയുടെ മാസിനെയും ആരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ആ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, ധ്രുവപ്രദേശങ്ങളിലെ ജിയുടെ മൂല്യം ഭൂമധ്യരേഖ പ്രദേശത്തേക്കാൾ കൂടുതലായിരിക്കും. ആ പ്രസ്താവനയും ശരി തന്നെയല്ലേ? ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിയുടെ മൂല്യം വരുന്നത് 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതേസമയം ധ്രുവപ്രദേശത്ത് വരുന്നത് 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ ധ്രുവപ്രദേശത്താണ് ഭൂമധ്യരേഖയേക്കാൾ കൂടുതൽ ജിയുടെ മൂല്യം വരുന്നത്. മൂന്നാമത്തെ പ്രസ്താവന, ഒരു വസ്തുവിൻ്റെ ഭാരം തീരുമാനിക്കുന്നത് ജിയുടെ മൂല്യം കണക്കിലെടുത്തുകൊണ്ടാണ്. അതും ശരി തന്നെയല്ലേ? W = മാസ് ഇൻറ്റു ഗ്രാവിറ്റി. നാലാമത്തെ പ്രസ്താവന, ഒരു ആനയും ഉറുമ്പും നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ ജിയുടെ മൂല്യം 2 പേർക്കും തുല്യമായിരിക്കും. ആ പ്രസ്താവനയും ശരി തന്നെയാണ്. കാരണം ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം ഒരുപോലെയായിരിക്കും. അതിപ്പോൾ ആനയായാലും ഉറുമ്പായാലും മനുഷ്യനായാലും ഒക്കെ സെയിം തന്നെയായിരിക്കും. ഒരു വസ്തുവിന്മേൽ ഭൂഗുരുത്വ ആകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എപ്പോൾ? ഒരു വസ്തുവിന്മേൽ ഭൂഗുരുത്വ ആകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? ഓപ്ഷൻ എ, ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ. ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ് ഒരു വസ്തുവിന്മേൽ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. കടലാസ് പോലുള്ള വസ്തുക്കൾ സാവധാനത്തിൽ താഴോട്ട് പതിക്കുന്നത് വായുവിൻ്റെ പ്രതിരോധം കാരണമാണെന്ന് വാദിച്ച ശാസ്ത്രജ്ഞൻ. കടലാസ് പോലെയുള്ള വസ്തുക്കൾ സാവധാനത്തിൽ താഴോട്ട് പതിക്കുന്നതിന് കാരണം വായുവിൻ്റെ പ്രതിരോധമാണെന്ന് വാദിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ സി, ഗലീലിയോ ഗലീലി. ഓപ്ഷൻ സി, ഗലീലിയോ ഗലീലി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.